വളരെ ഗുണമുണ്ട്. എവിടെയും വേസ്റ്റ് കിടക്കണില്ലല്ലോ. എല്ലാ സാധനം അതിൽ നിക്ഷേപിക്കാം. എവിടെയും വൃത്തിയായി കിടക്കൂല. വേസ്റ്റുകൾ പുറത്ത് കിടക്കൂല. പിന്നെ പരിസരം വൃത്തിയായി കിടക്കൂല. പ്രാണികളെ ശല്യം ഉണ്ടാവില്ല. കൊതുശല്യം ഒന്നും ഉണ്ടാവില്ല. ഹായ്, വെൽക്കം ടു സ്ക്രാപ്പി സീറോ വേസ്റ്റ് പ്ലസ്. ഇന്ന് നമ്മളുള്ളത് പൂക്കോട്ടൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിലെ നീലകണ്ഠൻ എന്നിവരുടെ വീട്ടിലാണ്. അപ്പോൾ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ, നമ്മൾ ഡൈജസ്റ്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. പിന്നെ വേസ്റ്റുകൾ കംപ്ലീറ്റ് ക്ലിയർ ആയി പോയിട്ടുണ്ട്. വേസ്റ്റ് പുറത്ത് കളയാതെ ഒക്കെ ബോക്സിലുണ്ട്. ഇതിന് മുന്നേ എന്താ ചെയ്തിരുന്നേ? ഇതിന് മുന്നേ ഒരു കുഴി ഉണ്ടായിരുന്നു. ആ കുഴിക്ക് തട്ടിയായിരുന്നു പുറത്ത്. നമ്മൾ ഇതിന് മുന്നേ വേറെ ഡൈജസ്റ്റർ എന്തെങ്കിലും യൂസ് ചെയ്തേക്കണോ? ഇല്ല. നമ്മള് വീട്ടിലുണ്ടാകുന്ന ചാരം, കഞ്ഞിവെള്ളം ഒക്കെ എന്താ ചെയ്യല്? അതൊക്കെ ഓരോ ചെടി മറ്റുള്ള കടക്കലിടലാണ്. ഈ വേസ്റ്റ് ഡൈജസ്റ്റർക്ക് ഇടലില്ലല്ലോ? ഇല്ല, വേസ്റ്റ് ഈ അടുക്കള വേസ്റ്റ് മാത്രം. അതായത് പച്ചക്കറിൻ്റെത്, ചക്കമാറിൻ്റെ കാര്യങ്ങളൊക്കെ. ഇത് യൂസ് ചെയ്തതിന് ശേഷമുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? ഗുണമൊന്നോ വളരെ ഗുണമുണ്ട്. എവിടെയും വേസ്റ്റ് കിടക്കണില്ലല്ലോ. വേസ്റ്റ് പുറത്ത്. പിന്നെ നമുക്ക് ഭൂമി കുറവായതുകൊണ്ടേ പരിസരം കുറവാണല്ലോ. പരിസരം കുറവുള്ളതുകൊണ്ട് നമുക്ക് എല്ലാ സാധനം അതിൽ നിക്ഷേപിക്കാം. എവിടെയും വൃത്തിയായി കിടക്കൂല. അതിന്റെ ഒപ്പം കിട്ടുന്ന പൗഡർ ഇടക്കിടക്ക് ഇട്ട് കൊടുക്കാം. അവിടെ ഉണ്ട്. ഇപ്പൊ എത്ര വർഷമായി യൂസ് ചെയ്തിട്ട്? ഏകദേശം 1 വർഷമായി ഉണ്ടാവും. അന്ന് വെള്ളം എടുത്തിക്കണോ? ഇത് എടുത്തില്ല. ഒരു തന്നെ കംപ്ലീറ്റ് ആയിട്ടില്ല. അതായത് ഇപ്പോൾ പച്ചക്കറിൻ്റെ വേസ്റ്റുകളും മറ്റുള്ളവരും ഇടണുള്ളൂ. വേറെ ഒന്നുമില്ലല്ലോ. ഇത് യൂസ് ചെയ്തതിന് ശേഷമുള്ള ഇതെന്തൊക്കെയാ ഗുണങ്ങൾ എന്തൊക്കെയാ? പരിസരം വൃത്തിയാണ്. എവിടെയും വേസ്റ്റ് കിടക്കൂല. അത് തന്നെ ഗുണം. അതായത് നമ്മൾ പിന്നെ ഈ പ്രാണികൾ വരുന്ന ബുദ്ധിമുട്ടൊക്കെ ഒന്നും ഉണ്ടാവില്ലല്ലോ. മറ്റേ വേസ്റ്റായി കിടക്കുമ്പോൾ പ്രാണികളൊക്കെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. കൊതുകുകളൊന്നും ഉണ്ടാവില്ല. സുഖമാണ്. മുട്ടത്തോടൊക്കെ യൂസ് ചെയ്യലുണ്ട്. മുട്ടത്തോട് ഇട്ട് കൊടുക്കലുണ്ട്. ഉള്ളിത്തോല്, മുട്ടത്തോട്, ചക്കമള്ളുണ്ട്. ചെറുതാക്കി അരിഞ്ഞിട്ടല്ലേ? പിന്നെ പഴത്തിന്റെ തൊലി ഒക്കെ ഉണ്ട്. പിന്നെ പച്ചക്കറി, കുമ്പളങ്ങ, വെള്ളരി ഇതൊക്കെ അരിഞ്ഞാൽ വേസ്റ്റുകളൊക്കെ ആയിക്കോട്ടെ. മൊത്തത്തില് എന്താ ഇതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്? ഡൈജസ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത് തന്നെ മെയിനായിട്ട് ഇതാണ്. നമ്മൾ വേസ്റ്റുകൾ പുറത്ത് കിടക്കൂല. പിന്നെ പരിസരം വൃത്തിയായി കിടക്കൂല. പ്രാണികളെ ശല്യം ഉണ്ടാവില്ല. ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് കൊതുശല്യം ഒന്നും ഉണ്ടാവില്ല. ഒരു പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇനി പുതിയൊരാൾ ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരോട് എന്താ പറയാനുള്ളത്? അവരോട് പറയാതെ ഈ കാര്യങ്ങൾ തന്നെ. നമുക്കത് പിന്നെ ഇത് ഉപയോഗിച്ചാൽ ഗുണമുണ്ട്. നമ്മൾ പരിസരം വൃത്തിയായി കിടക്കൂല എന്ന് പറയാം. മൊത്തത്തിൽ ഹാപ്പിയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അതുകൊണ്ട് നമ്പർ. ശരി. ഇത്രയും സമയം നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്ത നീലകണ്ഠൻ ചേട്ടന് താങ്ക് യു.